കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായത് ആസൂത്രിത ആക്രമണം എന്നാവർത്തിച്ച് CPIM. വനിതാ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച ചരിത്രം കേരളത്തിൽ ഇല്ലെന്നും ജനകീയ പ്രതിരോധം ഒരുക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ബോധപൂർവം കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടപ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDFകാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമില്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയൂ. കയ്യേറ്റത്തിന്റെ പുതിയ വീഡിയോ CPIM പുറത്തുവിട്ടു. കറുത്ത തുണിയുമായി ഒരാൾ വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് വീഡിയോ പുറത്തുവിട്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ജയരാജൻ പറഞ്ഞു. ഇതിനിടെ KSU പ്രവർത്തകരെ ന്യായീകരിച്ച് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. എന്തു പരിക്കാണെന്ന് കാണിക്കട്ടെയെന്നും മന്ത്രി അഭിനയിക്കുകയാണെന്നും നേതാക്കൾ. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല. യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. ഏതെങ്കിലും ഒരു വിഷ്വലിൽ ആരോഗ്യമന്ത്രി ആരെങ്കിലും KSU പ്രവർത്തകർ സ്പർശിക്കുന്നതായിട്ട് കാണിച്ചു തരാമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. മറിച്ചാണ് യാഥാർത്ഥ്യം. തീർത്തും വാസ്തവവിരുദ്ധമാണ് ഈ പ്രചരണം. ഈ സംഭവത്തിന് പിന്നാലെ കണ്ണൂരിൽ ഉൾപ്പെടെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. രക്തസമ്മർദ്ദം സാധാരണ നിലയിലായെങ്കിലും കഴുത്തിലെ വേദനയിൽ മാറ്റമില്ല. അരുൺ പാറക്കൽ ഒപ്പം അജീഷ് ജയകുമാറുമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ പാറക്കലിലേക്കാണ് ആദ്യം. അരുൺ, ഇപ്പോൾ പുതിയൊരു വീഡിയോ CPIM കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നുണ്ട്. നേതാക്കളുടെ വാദം അവർ കഴിഞ്ഞ ദിവസം എന്ത് പറഞ്ഞു അതിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. ഒപ്പം ഈ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിട്ടുണ്ടോ? അതിലെന്തൊക്കെയാണ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അരുൺ? ഉന്മേഷ മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം വരുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയത്. നേരത്തെ യോഗം അവസാനിച്ച ശേഷം ആശുപത്രി സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. ആ സമയത്താണ് ഈ മന്ത്രി വീണ ജോർജിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത്. ആ സമയത്ത് രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി എന്ന് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കഴുത്തിലെ വേദനയിൽ മാറ്റമില്ല. കഴുത്തിൽ ചതവുണ്ട്. ചതവ് കയ്യിലേക്ക് മരവിപ്പായി ഇറങ്ങുന്നു എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിയെ പരിശോധിക്കുകയാണ്. ഇനി ഏത് തരത്തിലുള്ള വിദഗ്ധ ചികിത്സയാണ് മന്ത്രിക്ക് നൽകേണ്ടത് എന്നത് സംബന്ധിച്ചുള്ളൊരു ആലോചനയിലാണ് മെഡിക്കൽ സംഘമുള്ളത്. ഇന്ന് എന്തായാലും ഡിസ്ചാർജ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നാളെ ആയിരിക്കും മന്ത്രി ആശുപത്രിയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക എന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. CPIM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജനാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. മന്ത്രിക്ക് നേരെയുള്ള ആക്രമണം അത് ആസൂത്രിതമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മന്ത്രിക്ക് കടുത്ത പരിക്കേറ്റിട്ടുണ്ട്. മന്ത്രിയുടെ വലതു കഴുത്തിലാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതൊരു ആസൂത്രണം നടത്തി സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആസൂത്രണം നടത്തി KSU പ്രവർത്തകരെ ആരോഗ്യമന്ത്രിക്ക് നേരെ പറഞ്ഞുവിട്ടതെന്നും MV ജയരാജൻ ആരോപിച്ചിരുന്നു. ആ വീഡിയോ ദൃശ്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കറുത്ത തുണിയുമായി, വെള്ള ഷർട്ടിട്ട് കറുത്ത തുണിയുമായി വന്ന ആളാണ് മന്ത്രിയുടെ കഴുത്തിന് പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ആ പുറത്തുവിട്ട വീഡിയോയിൽ ആ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. പുറത്തുവിട്ട വീഡിയോയിൽ പോലീസിൻ്റെ കയ്യ് അത് മന്ത്രിയുടെ കഴുത്തിന് നേരെ വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ അത് മുകളിലേക്ക് പൊങ്ങുന്നതും സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ വ്യക്തമാവുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചൊരു അന്വേഷണവും ഇപ്പോൾ നടത്തുകയാണ്. ആ സമയത്ത് ആരൊക്കെയാണ് ആ വീഡിയോ ദൃശ്യത്തിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. മന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ തൃപ്തികരമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം തന്നെ വരുമെന്നും അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ കഴുത്തിലെ വേദനയ്ക്ക് അതിന് ഒരു പരിഹാരമായിട്ടില്ല. ആ വേദന ഇപ്പോഴും തുടരുകയാണ്. അത് കയ്യിലേക്ക് മരവിപ്പായി ഇറങ്ങുന്നുവെന്നും പറയുന്നുണ്ട്. രക്തസമ്മർദ്ദം സാധാരണ നിലയിലായിട്ടുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.